നമസ്കാരം, എല്ലാവർക്കും സോനൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ തേങ്ങ അരച്ച വെണ്ടയ്ക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഫ്ലേവറുമാണ്, ടേസ്റ്റിയാണ്. ചോറിന്റെ കൂടെ വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിക്ക് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ ഓപ്ഷൻ കൂടി, ബെല്ലിന്റെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. നമുക്ക് ആദ്യം തന്നെ ചൂടായ മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനൊരു വെണ്ടയ്ക്ക 2 കഷ്ണമിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരു 5-6 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ എണ്ണയിൽ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നിറച്ചില്ല കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കറിയിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു മഞ്ഞ കളറാണ് ഈ കറിക്ക്. ഞാനൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്തത്. എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയ ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. തക്കാളി ഒന്ന് വെന്ത് വരണം. ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ചേർക്കാനായിട്ടുള്ള അരപ്പ് അത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു 1.5 പിടിയോളം തേങ്ങ, അധികം വേണ്ട, അല്പം എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ വെണ്ടയ്ക്ക കുറച്ചാണല്ലോ എടുത്തത്. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിലേക്കൊരു 3-4 ചെറിയുള്ളി, 2 വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറി നമ്മുടെ തേങ്ങയൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്, 1 നുള്ള്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതേപോലെ അരപ്പ് റെഡിയാക്കുമ്പം ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ പൊടികളൊക്കെ ഇട്ട ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ വറുത്തരച്ച കറിക്ക് എടുക്കണ പോലെ തേങ്ങ നല്ലപോലെ ബ്രൗൺ ആക്കി മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഡ്രൈ ആക്കി കിട്ടിയാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം അല്പം വെള്ളം ചേർത്തിട്ട് അരപ്പ് റെഡിയാക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ ഈ സമയത്ത് വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തക്കാളിയൊക്കെ ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് അല്പം കൂടെ വെള്ളം ചേർക്കണം. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് കൂടെ ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കറിക്ക് ഉപ്പ് ഇച്ചിരി കുറവാണ്, അപ്പോൾ അല്പം ഇവിടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്.
ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഇനി നമുക്ക് നമ്മുടെ കറി അടച്ചു വെച്ചിട്ട് ഒന്ന് തിള വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് കടുക് താളിക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് ശരിക്ക് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, അല്പം കറിവേപ്പിലയും. വളരെ ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ കറിയൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. കറി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക തേങ്ങ അരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും കാണാം. താങ്ക്